നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ, കാഞ്ഞങ്ങാട്. വയനാട് ദുരന്തബാധിത മേഖലകളിലെ ദുരന്തബാധിതരുടെ ഉൾപ്പെടെ വൈത്തിരി താലൂക്കിലെ വായ്പകളിന്മേലുള്ള റവന്യൂ റിക്കവറി നടപടികൾക്ക് സർക്കാർ മൊറട്ടോറിയം പ്രഖ്യാപിച്ചു. ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ ജപ്തി നടപടികൾ നിർത്തിവെക്കുമെന്നാണ് സർക്കാർ ഉത്തരവ്. റവന്യൂ മന്ത്രി K രാജനാണ് സർക്കാർ ഉത്തരവിറക്കിയത് സംബന്ധിച്ച് ഫേസ്ബുക്ക് കുറിപ്പിലൂടെ അറിയിച്ചത്. വയനാട് ദുരന്തബാധിതർക്ക് നൽകുന്ന അടിയന്തര സഹായവും വാടകയും വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് രാഹുൽ ഗാന്ധി മുഖ്യമന്ത്രിക്ക് കത്തെഴുതി. മേപ്പാടിയിൽ നിലവിലുള്ള വാടക അപര്യാപ്തമാണെന്നും തുക വർദ്ധിപ്പിക്കുകയും അടിയന്തര സഹായധനം വർദ്ധിപ്പിക്കുകയും വേണമെന്നും അദ്ദേഹം കത്തിൽ ആവശ്യപ്പെട്ടു. നിലവിൽ സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന 2 മുതിർന്നവർക്ക് 300 രൂപ എന്ന തുക വർദ്ധിപ്പിക്കുകയും 1 മാസം എന്നത് 1 വർഷത്തേക്ക് നീട്ടുകയും വേണമെന്നും കത്തിൽ അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിഥി തൊഴിലാളി രജിസ്ട്രേഷനു വേണ്ടി ഏകീകൃത പോർട്ടലും മൊബൈൽ ആപ്ലിക്കേഷനും വരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് ഈ തീരുമാനം. പേര് രജിസ്റ്റർ ചെയ്യുന്നവർക്ക് ആധാർ അധിഷ്ഠിതമായ യൂണിക് നമ്പർ നൽകും. ഈ നമ്പർ വിവിധ ഏജൻസികൾക്ക് നൽകി വിവരങ്ങൾ ലഭ്യമാക്കും. വയനാട്ടിൽ രക്ഷാപ്രവർത്തനത്തിനിടെ ജനങ്ങളെ സർക്കാരിനെതിരെ തിരിക്കാൻ ADGP MR അജിത് കുമാർ ശ്രമിച്ചുവെന്ന് CPI വയനാട് ഘടകം ജില്ലാ സെക്രട്ടറി EJ ബാബു ആരോപിച്ചു. സന്നദ്ധ സംഘടനകൾ ഭക്ഷണം കൊടുക്കരുതെന്ന് പറഞ്ഞ് അനാവശ്യ വിവാദമുണ്ടാക്കിയെന്നും അജിത് കുമാറിന്റെ പല ഇടപെടലുകളിലും തങ്ങൾക്ക് സംശയമുണ്ടായിരുന്നുവെന്നും ജില്ലാ സെക്രട്ടറി കൂട്ടിച്ചേർത്തു. നിലമ്പൂർ MLA PV അൻവറിന്റെ ആരോപണങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ കർശന തീരുമാനമെടുത്തുവെന്ന് CPM നേതാവ് AK ബാലൻ പറഞ്ഞു. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഗൗരവമായ പരിശോധനയ്ക്ക് വിധേയമാക്കും. ഇക്കാര്യങ്ങൾ അന്വേഷിച്ച് 1 മാസത്തിനുള്ളിൽ റിപ്പോർട്ട് സർക്കാരിന് ലഭിക്കാനുള്ള നിർദ്ദേശം DGPക്ക് നൽകിയെന്നും ബാലൻ പറഞ്ഞു. PV അൻവറിന് പിന്തുണയുമായി MLA U പ്രതിഭ. അൻവർ പറഞ്ഞത് സത്യസന്ധമായ കാര്യമാണ്. അത് ഒരിക്കലും ആഭ്യന്തര വകുപ്പിന് എതിരല്ലെന്നും U പ്രതിഭ പറഞ്ഞു. IPS രംഗത്തുള്ള ഉദ്യോഗസ്ഥന്റെ തെറ്റായ പ്രവണതയാണ് PV അൻവർ MLA തുറന്നു കാണിച്ചത്. അദ്ദേഹം പറഞ്ഞ കാര്യത്തിൽ കഴമ്പുണ്ടോ എന്നാണ് നോക്കേണ്ടതെന്നും അവർ ചൂണ്ടിക്കാട്ടി. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ച് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ. കൊച്ചിയിലെ സ്പോർട്സ് കൗൺസിലിന്റെ ഫുട്ബോൾ ഗ്രൗണ്ട് നവീകരണത്തിലാണ് ക്രമക്കേട് നടന്നതെന്നും രാഹുൽ ആരോപിച്ചു. പത്തനംതിട്ട SP ആയിരുന്ന സുജിത് ദാസിനെതിരെ സ്വർണ്ണക്കടത്ത് ആരോപണം ഉയർന്നതോടെ അന്വേഷണവുമായി കസ്റ്റംസ് പ്രിവന്റീവ് വിഭാഗവുമാണ് പ്രാഥമിക അന്വേഷണം നടത്തുന്നത്. MLA PV അൻവർ ഒട്ടേറെ ആരോപണങ്ങൾ ഉന്നയിച്ചതിനോടൊപ്പം സുജിത് ദാസിനെതിരെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടും ആരോപണം ഉന്നയിച്ചത്. ഇതേ തുടർന്ന് സുജിത് ദാസിന്റെ നേതൃത്വത്തിൽ പിടികൂടിയ സ്വർണ്ണക്കേസുകൾ വിശദമായി പരിശോധിക്കാനാണ് കസ്റ്റംസിന്റെ തീരുമാനം. സംസ്ഥാനത്ത് ആണവ നിലയം സ്ഥാപിക്കുന്നതിനുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെ സംസ്ഥാനത്ത് ജലവൈദ്യുത പദ്ധതികൾ കൂടുതൽ പ്രയോജനപ്പെടുത്തണമെന്ന് വൈദ്യുതി മന്ത്രി K കൃഷ്ണൻകുട്ടി പറഞ്ഞു. ചെറുകിട വൈദ്യുത പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്നും മന്ത്രി ഇടുക്കിയിൽ പറഞ്ഞു. കുട്ടികളുടെ നഗ്ന ദൃശ്യങ്ങൾ ഇന്റർനെറ്റിൽ തിരയുകയും ശേഖരിക്കുകയും കൈമാറുകയും ചെയ്യുന്നവർക്കെതിരെ പോലീസ് നടത്തുന്ന P-ഹണ്ട് ഓപ്പറേഷന്റെ ഭാഗമായി 455 സ്ഥലങ്ങളിൽ പരിശോധന നടത്തി. സംസ്ഥാനത്താകെ 37 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 6 പേർ അറസ്റ്റിലായിട്ടുണ്ട്. നെഹ്റു ട്രോഫി വള്ളംകളി ഈ മാസം 28-ന് നടക്കും. നെഹ്റു ട്രോഫി ബോട്ട് റേസ് സൊസൈറ്റിയുടെ എക്സിക്യൂട്ടീവ് യോഗത്തിലാണ് തീരുമാനം. ഈ മാസം 28-ന് ജലമേള നടത്താൻ മുഖ്യമന്ത്രി അനുമതി നൽകിയതായി മന്ത്രി P പ്രസാദ് യോഗത്തിൽ അറിയിക്കുകയായിരുന്നു. അച്ചടക്ക നടപടി നേരിട്ട PK ശശിയെ KTDC ചെയർമാൻ സ്ഥാനത്ത് നിന്ന് നീക്കണമെന്ന് കോൺഗ്രസ് CPM പാലക്കാട് ജില്ലാ നേതൃത്വ യോഗം ആവശ്യപ്പെട്ടു. ശശിയെ CITU ജില്ലാ പ്രസിഡന്റ് പദവിയിൽ നിന്നും ഒഴിവാക്കണമെന്ന് അഭിപ്രായപ്പെട്ട CPM പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നിർദ്ദേശം സംസ്ഥാന നേതൃത്വത്തെ അറിയിക്കും. തൃശൂർ പൂരം വിവാദത്തിൽ LDFനെതിരെ BJP തൃശൂർ ജില്ലാ കമ്മിറ്റി. തൃശൂർ പൂരം അലങ്കോലമാക്കിയതിൻ്റെ ഉത്തരവാദി LDF ആണെന്ന് BJP ജില്ലാ അധ്യക്ഷൻ KK അനീഷ് കുമാർ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. നടൻ പ്രേംകുമാറിന് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ്റെ താൽക്കാലിക ചുമതല. രഞ്ജിത്ത് രാജിവെച്ച ഒഴിവിലാണ് നിലവിലെ അക്കാദമി വൈസ് ചെയർമാൻ കൂടിയായ പ്രേംകുമാറിന് ചെയർമാൻ്റെ അധിക ചുമതല നൽകിയത്. തിരുവോണനാളിൽ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് നടത്താൻ നിശ്ചയിച്ചിരുന്ന നഴ്സിംഗ് ഓഫീസർ പ്രിലിമിനറി പരീക്ഷ മാറ്റിവെക്കണമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ആവശ്യപ്പെട്ടു. കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയോട് ഇക്കാര്യം കത്തിലൂടെ ആവശ്യപ്പെട്ടു.
വിദേശത്ത് വെച്ച് പീഡിപ്പിച്ചുവെന്ന് ആരോപിച്ച് യുവതി നൽകിയ പരാതിയിൽ നടൻ നിവിൻ പോളിക്കെതിരെ കേസെടുത്ത് കോതമംഗലം ഊന്നുകാൽ പോലീസ്. നേര്യമംഗലം ഊന്നുകാൽ സ്വദേശിയാണ് യുവതി. 2023 വിദേശത്ത് വെച്ചാണ് പീഡനം നടന്നത്. നിവിൻ പോളി, പരാതിക്കാരിയുടെ വനിതാ സുഹൃത്ത്, മറ്റ് 4 പേർ എന്നിവരാണ് കേസിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. മറ്റൊരു ജോലിയുമായി ബന്ധപ്പെട്ട് ദുബായിലെത്തിയ യുവതിയെ ഒരു വനിതാ സുഹൃത്താണ് നടൻ്റെ മുന്നിലേക്ക് എത്തിച്ചതെന്നും യുവതിയുടെ പരാതിയിൽ പറയുന്നു. കേസിൻ്റെ അന്വേഷണം SIT ഏറ്റെടുക്കുമെന്ന് പോലീസ് അറിയിച്ചു. പീഡന പരാതി ഉന്നയിച്ച പെൺകുട്ടിയെ കണ്ടിട്ടില്ലെന്നും അവരുമായി സംസാരിച്ചിട്ടില്ലെന്നും പരിചയമില്ലെന്നും നടൻ നിവിൻ പോളി പറഞ്ഞു. അടിസ്ഥാനരഹിതമായുള്ള ആരോപണമാണെന്നും ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു ആരോപണം നേരിടുന്നതെന്നും തൻ്റെ ഭാഗത്ത് ന്യായമുണ്ടെന്നും 100% ഉറപ്പുള്ളതുകൊണ്ടാണ് ഇന്ന് തന്നെ വാർത്താസമ്മേളനം വിളിച്ചതെന്നും നിവിൻ പോളി വ്യക്തമാക്കി. നിവിൻ പോളിയുടെ അറിയില്ലെന്ന നിവിൻ പോളിയുടെ വാദം കള്ളമാണെന്നും പീഡന പരാതിയിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും പരാതിക്കാരിയായ യുവതി പറഞ്ഞു. നിർമ്മാതാവ് AK സുനിലാണ് നിവിനെ തന്നെ പരിചയപ്പെടുത്തിയതെന്നും 3 ദിവസം ദുബായിൽ മുറിക്കുള്ളിൽ പൂട്ടിയിട്ട് ശാരീരികമായും മാനസികമായും ക്രൂരമായും പീഡിപ്പിച്ചെന്നും യുവതി പറഞ്ഞു. കുടുംബത്തെ അപായപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും ലഹരി ഉപയോഗിച്ച ശേഷമാണ് നിവിൻ പോളി മർദ്ദിച്ചതെന്നും യുവതി വ്യക്തമാക്കി. യുവനടിയുടെ പരാതിയിൽ നടൻ അലൻഷീറിനെതിരെ ലൈംഗികാതിക്രമത്തിന് കേസെടുത്ത് പോലീസ്. എറണാകുളം ചെങ്ങമനാട് പോലീസാണ് കേസെടുത്തത്. 2017 ബാംഗ്ലൂരിൽ വെച്ച് ലൈംഗികാതിക്രമം കാട്ടിയെന്നാണ് യുവനടിയുടെ പരാതി. ബലാത്സംഗ കേസിൽ നടൻ സിദ്ദീഖിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി സംസ്ഥാന സർക്കാരിൻ്റെ വിശദീകരണം തേടി. ഹർജി ഈ മാസം 13 പരിഗണന. അന്നേ ദിവസം മറുപടി നൽകാനാണ് ഹൈക്കോടതി സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടത്. നടൻ മുകേഷിൻ്റെ ജാമ്യാപേക്ഷ വിധിയിൽ പറയുന്നത് നാളത്തേക്ക് മാറ്റി. ബലാത്സംഗ കേസിൽ പ്രതിയായ മുകേഷിൻ്റെ ജാമ്യാപേക്ഷ എറണാകുളം മുനിസിപ്പൽ സെഷൻ കോടതിയിലാണ് വാദം പൂർത്തിയായത്. മുകേഷിന് ജാമ്യം നൽകരുതെന്ന് സർക്കാർ കോടതിയിൽ ആവർത്തിച്ചു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വിശ്വാസമില്ലെന്ന് ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി. 18 പേരുടെ വിവരം ഹേമ കമ്മിറ്റിക്ക് കൈമാറി. എന്നാൽ അവർ ആരെയും വിളിച്ചില്ല. ലൈംഗിക ചൂഷണം ഉണ്ടായോ എന്ന് മാത്രമാണ് ഹേമ കമ്മിറ്റി ചോദിച്ചത്. മറ്റു പ്രശ്നങ്ങൾ അറിയാൻ അവർക്ക് താല്പര്യമുണ്ടായിരുന്നില്ലെന്നും ഭാഗ്യലക്ഷ്മി പറഞ്ഞു. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.